റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയായിരുന്നു ആയിഷ ബീവി, നമ്മുടെ ഉമ്മ. പ്രവാചകൻ വന്നു, അള്ളാന്റെ റസൂലിനെ ചാരത്തിരുത്തി റസൂലുള്ളാഹിനോട് കഥ പറയാൻ തുടങ്ങുകയായിരുന്നു ചെറുപ്പക്കാരിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി. റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഉമ്മ വന്നിരിക്കുന്നു. 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ 2 പെൺമക്കളായിരുന്നു. അത് വിശപ്പായിരുന്നു നമ്മുടെ മുറ്റത്തേക്ക് അവരെത്തിച്ചത്. എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീടിന്റെ അകത്തുള്ള ഞാൻ തപ്പിത്തെരഞ്ഞപ്പോൾ കിട്ടിയ ചില കാരക്കകൾ എന്റെ പ്രവാചകരെ ഞാൻ ആ ഉമ്മന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ ഉമ്മ 2 പെൺകുട്ടികൾക്കായി അത് വീതിച്ചു നൽകി. തന്റെ കയ്യിൽ കിട്ടിയ ഒരു ഷെയർ അത് തന്റെ വായിലേക്ക് വെക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഷെയർ അകത്താക്കിയ 2 പെൺകുട്ടികൾ, കയ്യിൽ നിന്നും തീർന്ന കുട്ടികൾ, തന്റെ ഉമ്മയുടെ കയ്യിലുള്ളത് ലക്ഷ്യം വെച്ച് തന്റെ ഉമ്മയെ തോണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ ഉമ്മ വായിലേക്ക് ചുണ്ടിനോട് ചേർത്ത് വെച്ച തന്റെ ആമാശയത്തിന്റെ വിശപ്പിന്റെ ഒരു അംശം തീർക്കാൻ മാത്രമുള്ള ആ കാരക്കയെ 2 ചീളാക്കി പകുത്ത്, ഒന്ന് തന്റെ വലതും രണ്ടാമത്തേത് ഇടതുമുള്ള പെൺകുട്ടികൾക്ക് കൊടുത്ത് 2 പേരുടെയും കയ്യും പിടിച്ച് നമ്മുടെ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗം കണ്ടപ്പോൾ അള്ളാന്റെ റസൂലെ വേദനിച്ചു പോയി എന്റെ മനസ്സ് എന്നായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഥ പറഞ്ഞു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരു ഉമ്മന്റെ വിലയറിയാനാ, ഉമ്മന്റെ സ്നേഹം അറിയാനാ. ആ ഉമ്മന്റെ സ്നേഹം വെച്ചിട്ടാണ് ലോകത്തിന്റെ തമ്പുരാന്റെ സ്നേഹം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്.